രസ്നേച്ചി അവരാണ് ഈ പദ്ധതിക്കായി തുടക്കം കുറിച്ച കർഷകർ എന്ന ഒരു പദ്ധതി. ഫാത്തിമ മിസ് ആണ് അതിന്റെ ആള്. തുടങ്ങിയതേ ഉള്ളൂ, ബാക്കിയൊക്കെ മക്കളാണ് ഏറ്റുപിടിച്ചത്. ഞാൻ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എല്ലാ കുട്ടികളും കൂടി ചേർന്ന് പരിസരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് ചെയ്തത്. ഇതിന്റെ പേര് പൂക്കാലമരവായി എന്നാണ്. കുട്ടി കർഷക കൂട്ടത്തിന്റെ മേൽനോട്ടത്തില് ഈ തൈകൾ 1000 ചെണ്ടുമല്ലി തൈകള് ഇവിടെ നടാൻ നമ്മൾ തീരുമാനിച്ചു. ഓണാഘോഷത്തിന് ആവശ്യമായ പൂക്കളൊക്കെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല വിളവാണ് ഇപ്രാവശ്യം വന്നത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പൂപ്പാടത്തിന് നടുവിലാണ്. ഇത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉള്ള ഏതെങ്കിലും പൂപ്പാടമല്ല. മനോഹരമായ ചെണ്ടുമല്ലികൾ ഓറഞ്ചും മഞ്ഞ നിറത്തിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കോഴിക്കോട് കക്കോടിയിലുള്ള മാതൃബന്ധു വിദ്യാലയത്തിന്റെ മുറ്റത്തിലാണ്. ഈ മാതൃബന്ധു വിദ്യാലയത്തിലെ കുഞ്ഞു മക്കളാണ് ഇവിടുത്തെ കുട്ടി കൃഷിക്കാർ. അവരുടെ ഏറെ നാളത്തെ പരിശ്രമമാണ് ഇപ്പോൾ ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ പാറി നടക്കുന്ന ഈ ചെണ്ടുമല്ലി തോട്ടമായി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് എന്തൊക്കെയായാലും ഈ കുട്ടി കൃഷിക്കാരുടെ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. ഇപ്പോ നമ്മളോടൊപ്പം ഈ പൂക്കൃഷിക്ക് നേതൃത്വം കൊടുത്ത കുറച്ച് മിടുക്കന്മാരുണ്ട്. മക്കളെ, അപ്പൊ എങ്ങനെയാടാ ഈ ഒരു കൃഷിയിലേക്ക്, പൂവിന്റെ കൃഷിയിലേക്ക് എങ്ങനെയാ നിങ്ങളൊക്കെ തുടങ്ങിയത്? പ്രധാനമായിട്ട് ഒരു ഏച്ചി ഉണ്ട്, ഞങ്ങളെ ക്ലാസ് പഠിക്കുന്ന എന്റെ ഫ്രണ്ട് പ്രണയ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവന്റെ അമ്മ രസ്നേച്ചി അവരാണ് ഈ പദ്ധതിക്കായി തുടക്കം കുറിച്ച. കഴിഞ്ഞ കൊല്ലം മുതൽ അവര് പറയുന്നുണ്ടായിരുന്നു. അവര് ഈ കൊല്ലം വന്ന് 1900 സംതിങ് അത്രയും തൈകൾ ഇവിടെ കുഴിച്ചിട്ടിട്ട് അവരും ടീച്ചേഴ്സും ഇങ്ങനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് കുട്ടി കർഷകർ എന്ന ഒരു പദ്ധതി. ഫാത്തിമ മിസ് ആണ് അതിന്റെ ആള്. അതില് പദ്ധതി തുടങ്ങി. അതിൽ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കൂടി ചേർന്ന് കൃഷി ചെയ്ത് വളമിട്ട് പെസ്റ്റിസൈഡ്സ് ഇതാക്കി നിങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ പൂവാണ്. ഓണത്തിന് പൂവൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നാണോ വിചാരിക്കുന്നത്? ഇവിടുന്നാണ് ഭൂരിഭാഗം പൂവും ഇവിടുന്ന് തന്നെ ആയിരിക്കും. ആണ്. അപ്പൊ എങ്ങനെയാ ഇന്ന് വിളവെടുക്കല്ലേ? അപ്പോ എല്ലാ കുട്ടികളും കൂടി ചേർന്ന് ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് ചെയ്തത്. ഇതിന്റെ പേര് പൂക്കാലമരവായി എന്നാണ്. അപ്പോ എല്ലാവർക്കും സന്തോഷമുണ്ട്. സ്കൂളിലേക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലൊക്കെ ഇടുമ്പോ എല്ലാവർക്കും സന്തോഷം. സ്കൂളിൽ ഓണപരിപാടിക്ക് ഈ പൂവാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ അധ്യാപകൻ നമ്മളോടൊപ്പം, പ്രധാന അധ്യാപകൻ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഇപ്പം മക്കളുടെ ഭാഗത്ത് നിന്ന് നല്ല ഇനീഷ്യേറ്റീവ് ആണ് ഉണ്ടായിരിക്കുന്നത്. നല്ല ഇനീഷ്യേറ്റീവ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്? കഴിഞ്ഞ ജൂൺ മാസമാണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത്. ജൂൺ മാസം നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഓണാഘോഷ പരിപാടിയെ കുറിച്ചൊക്കെ മുന്നിൽ കണ്ട് ആലോചിച്ചിട്ട് കുട്ടികള് പൂക്കളം തീർക്കുന്ന ഒരു എല്ലാ വിദ്യാലയങ്ങളിലും പോലെ തന്നെ നമ്മളും സ്ഥിരമായിട്ട് ഓണാഘോഷത്തെ വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത്. അപ്പൊ നമ്മൾ കൃഷിഭവനായിട്ടൊന്ന് ആലോചിച്ചപ്പോൾ കൃഷിഭവൻ വളരെ നല്ല സഹകരണം നമ്മളോട് ചെയ്തു. അവരൊരു 1000 ചെണ്ടുമല്ലി തൈകൾ തരാമെന്ന് നമ്മൾ ഏറ്റു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ കുട്ടി കർഷക കൂട്ടം എന്ന് പറഞ്ഞൊരു കൂട്ടമാണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തൊട്ട് മുതൽ തന്നെ അവർ ഇതിലൊക്കെ അംഗങ്ങളായിട്ട് സജീവമായിട്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ ചെയ്തു വരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ടീം കുട്ടി കർഷക കൂട്ടത്തിന്റെ മേൽനോട്ടത്തില് ഈ തൈകൾ 1000 ചെണ്ടുമല്ലി തൈകള് ഇവിടെ നടാൻ നമ്മൾ തീരുമാനിച്ചു. ജൂൺ മാസം 7-ാം തീയതി തൊട്ട് ഇവിടെ നട്ട് വളരെ വിപുലമായി. നമുക്കിങ്ങനെ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് സമീപപ്രദേശത്തുള്ള നമ്മുടെ സ്കൂളുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഒരു കുടുംബം നമുക്ക് ഈ സ്ഥലം അനുവദിക്കുകയും അവിടെ നമ്മൾ നല്ല രീതിയിൽ ഈ നിലമൊക്കെ ഒരുക്കി
നല്ല രീതിയിൽ തന്നെ അത് നട്ടതിന് ശേഷം കുട്ടികളൊക്കെ വളരെ ടീച്ചറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ PTA-യും MPTA അംഗങ്ങളും എല്ലാവരും തന്നെ ഇതിനെ സജീവമായിട്ട് ഇതിനെ പരിപാലിക്കാനും അതിനാവശ്യമായ വളം ചേർത്തുക അങ്ങനെ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല വിളവാണ് ഇപ്രാവശ്യം വന്നത്. ഇപ്പോൾ ഇതിന്റെ ചുമതലക്കാരിയായ അധ്യാപിക ഫാത്തിമ മിസ് ആണല്ലേ? കുട്ടികൾ ഫാത്തിമ മിസ്സിന്റെ കാര്യമാണ് പറയുന്നത്. മിസ് എങ്ങനെയായിരുന്നു കുട്ടികളോടൊത്തുള്ള ഒരു അനുഭവം? ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതായിരുന്നു. പിന്നെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു പാരന്റ് ആയിരുന്നു അതിന് ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുമെന്നും പിന്നെ നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ എന്നുള്ളൊരു ആശയം 7ാം ക്ലാസ്സിലെ ഒരു പാരന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളും മാഷിന്റെ അടുത്ത് പറഞ്ഞു. മാഷ് അതിനനുസരിച്ച് നമുക്ക് സ്ഥലം റെഡിയാക്കി തന്നു. പിന്നെ തുടങ്ങിയതേ ഉള്ളൂ, ബാക്കിയൊക്കെ മക്കളാണ് ഏറ്റുപിടിച്ചത്. ഞാൻ കൂടെ നിന്നിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ അവര് ചെയ്തു തന്നു എല്ലാ കാര്യങ്ങളും. അതിന്റെ സന്തോഷം തന്നെ നമുക്ക് നാളെ ഓണാഘോഷത്തിന് ആവശ്യമായ പൂക്കളൊക്കെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും തന്നെയാണ് നമ്മുടെ. നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് കൂടി പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടോ? പരീക്ഷ നോക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയാണ്. ഇത് നമ്മുടെ സ്ഥലമല്ല, നമുക്കൊരാൾ തന്നിട്ടുള്ളതാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ തന്നതാണ്. അപ്പോൾ ഇനിയിപ്പോ അത് നമുക്ക് ഇനി സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും അടുത്ത വർഷം പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം തന്നെയാണ്.